Hi friends, this is Dr. Anugraha here. So today നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് സിവിയർ അക്യൂട്ട് മാൽന്യൂട്രിഷൻ. ഇത് നിങ്ങളുടെ പീഡിയാട്രിക് ടോപ്പിക്കാണ്. ഇറ്റ് ക്യാൻ കം ആസ് എ 5 mark question. Alright, very important short essay. Fine. So it's a small and a simple topic. Alright? Yeah. So what is the definition of severe acute malnutrition, guys? What is it? See, in a child of age 6 months to 5 years, 6 മാസം മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ളൊരു കുട്ടിയിൽ ഇതിൽ ഈ 3 ക്രൈറ്റീരിയ കണ്ടോ, ഈ എഴുതിയേക്കുന്ന 3 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒന്നോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് സിവിയർ അക്യൂട്ട് മാൽന്യൂട്രിഷൻ ഉണ്ടെന്നാണ് പറയുക. ഓക്കെ, സോ വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ? See, if the weight for height of that child, ആ കുഞ്ഞിൻ്റെ പെർട്ടിക്കുലർ ഹൈറ്റിന്, സി ഓരോ ഹൈറ്റിന് നമുക്ക് ആ ഒരു ഹൈറ്റിന് ഡിസൈഡ് വെയിറ്റ് ഉണ്ട്. ഓക്കെ, സോ ഇഫ് ദ വെയിറ്റ് ഫോർ ഹൈറ്റ് ഇസ് ലെസ് ദാൻ 70% expected, or if the Z score, if it is less than -3 Z score, then the child comes under severe acute malnutrition. All right, the second criteria is the mid-arm circumference. Oru kuttiyude mid-arm circumference, if it is less than 11.5 centimeter, etrayada? If it is less than 11.5 centimeter, then also the child has severe acute malnutrition. Basically severe wasting undananu artham. Okay, and the third point in the criteria is symmetric bipedal edema of nutritional origin. So കാലില് കുഞ്ഞിൻ്റെ കാലില് രണ്ടിലും എഡേമ ഉണ്ടാവും. ഓക്കെ, സിമെട്രിക്കൽ ആയിരിക്കും. ആൻഡ് ദാറ്റ് എഡേമ ഇസ് ബിക്കോസ് ഓഫ് വാട്ട്? ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ബൈപീഡൽ എഡീമ. അങ്ങനെ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടീനെ നമ്മൾ സിവിയർ അക്യൂട്ട് മാൽന്യൂട്രിഷൻ ഉണ്ടെന്ന് പറയും. ഓക്കെ, നൗ സി, ഇത് ഈ ന്യൂട്രീഷണൽ ഒറിജിൻ എന്ന് എടുത്ത് പറയാനുള്ള കാരണം ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ് ഒക്കെ ഉള്ള കുട്ടികളിൽ ബൈപീഡൽ എഡീമ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബൈപീഡൽ എഡീമ കണ്ട ഈ കുഞ്ഞിന് സിവിയർ അക്യൂട്ട് മാൽന്യൂട്രിഷൻ ആണ് എന്ന് ഡയഗ്നോസിസ് വരുത്തരുത്. ന്യൂട്രീഷൻ കുറവായത് കാരണം ബൈപീഡൽ എഡീമ, കാലിൽ രണ്ടിലും തടുപ്പുണ്ടെങ്കിൽ then the child has severe acute malnutrition. Now guys, tell me, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വന്നാൽ വൈ ദർ ഷുഡ് ബി എഡീമ? എന്തിന് ബോഡിയിൽ എഡീമ ഉണ്ടാവണം ന്യൂട്രീഷൻ ശരിക്കും കഴിച്ചില്ലെങ്കിൽ? സി ഗൈസ്, ലെറ്റ് മീ ഡ്രോ. ഓക്കെ, സോ ഈ മാൽന്യൂട്രിഷൻ ടോപ്പിക്കിൻ്റെ താഴെ നമുക്ക് ക്വാഷിയോക്കർ മറാസ്മസ് ഉണ്ട്. അതും വളരെ ഇമ്പോർട്ടൻറ്റ് തിയറി ടോപ്പിക്സ് ആണ് കേട്ടോ. 2 marks അതിൻ്റെ ഗ്രേഡിങ്, അതിൻ്റെ സയൻസ്. ഓൾറൈറ്റ്, we'll talk about it in the next class. So see, kwashiorkor എന്ന് പറയുന്ന ഒരു അസുഖത്തിൽ ക്വാഷിയോക്കറിനകത്ത് there is protein deficiency. ഓക്കെ, കുഞ്ഞ് ശരിക്കും പ്രോട്ടീൻസ് കഴിക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന ഒരു ബ്ലഡ് വെസലാണ്. ഓക്കെ, ഈ ബ്ലഡ് വെസലിൽ യു നോ ദാറ്റ് ബ്ലഡ് വെസലിൽ നമുക്ക് എന്തുണ്ട്? പ്രോട്ടീൻസ് ഉണ്ട്. ഒരു മിനിറ്റ്, ഷുഡ് ഐ ടേക്ക് എ ന്യൂ പേജ്? 1 second. ഓക്കെ, ലുക്ക് ഹിയർ. അപ്പോൾ എന്തുകൊണ്ട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എഡീമ ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ഡ്രോ എ ബ്ലഡ് വെസൽ ഹിയർ. ഓക്കെ, ദിസ് എ ബ്ലഡ് വെസൽ. നമുക്കറിയാം ബ്ലഡിനകത്ത് എന്തുണ്ട്? നമുക്ക് പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടീൻസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഞാൻ ഈ വരയ്ക്കുന്നതാണ് പ്രോട്ടീൻസ് എന്ന് വെച്ചോ. Proteins help in maintaining oncotic pressure in the blood vessel. എന്താ മോനെ? Proteins help in maintaining oncotic pressure in the blood vessel. എന്താണ് ഈ oncotic pressure? ഓങ്കോട്ടിക് പ്രഷർ എന്ന് വെച്ചാൽ ഈ നമ്മുടെ ബ്ലഡിലെ ഫ്ലൂയിഡ് കണ്ടന്റ് ഇല്ലേ, ആ ഫ്ലൂയിഡിനെ ബ്ലഡ് വെസൽസിലേക്ക് തന്നെ നിർത്തുന്ന, ബ്ലഡ് വെസലിൽ തന്നെ നിർത്തുന്ന ഒരു ഫോഴ്സിനെയാണ് ഓങ്കോട്ടിക് പ്രഷർ എന്ന് പറയാം. സോ ബേസിക്കലി പ്രോട്ടീൻസ് ആണ് നമ്മുടെ ബ്ലഡിലെ ഫ്ലൂയിഡിനെ ബ്ലഡ് വെസൽസിലേക്ക് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ പ്രോട്ടീൻസ് ഒരാളിൽ കുറഞ്ഞാൽ, ഒരു വാവ ശരിക്കും ആഹാരം കഴിക്കുന്നില്ല, പ്രോട്ടീൻസ് ഭയങ്കര കുറവാന്ന് വെച്ചോ, അപ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ ബ്ലഡിലും പ്രോട്ടീൻസ് കുറവായിരിക്കും. അങ്ങനെയുള്ളപ്പം ബ്ലഡിലെ ഓങ്കോട്ടിക് പ്രഷർ എന്ത് പറ്റും? കുറയും, ബിക്കോസ് പ്രോട്ടീൻസ് ഇല്ല. അപ്പോൾ ഈ ബ്ലഡിലെ ഫ്ലൂയിഡിനെ ബ്ലഡ് വെസലിലേക്ക് പിടിച്ചു നിർത്താൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ബ്ലഡിലെ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? റൈറ്റ്, ദ ഫ്ലൂയിഡ് വിൽ മൂവ് ഔട്ട് ഓഫ് ദ ബ്ലഡ് വെസൽ ഇൻ ടു ദ ഇൻഡസ്റ്റിഷ്യൽ ടിഷ്യൂ. പുറത്തേക്കുള്ള ഇൻഡസ്റ്റിഷ്യൽ ടിഷ്യൂലേക്ക് ഈ ഫ്ലൂയിഡ് പുറത്തേക്ക് പോകും. റൈറ്റ്, ഈ ബ്ലഡ് വെസലിൽ നിന്ന് പുറത്തേക്ക് പോകും, ബിക്കോസ് പ്രോട്ടീൻസ് കുറവാണ് ബ്ലഡ് വെസലിൽ. സോ ദ ഓങ്കോട്ടിക് പ്രഷർ ഡിക്രീസസ് ആൻഡ് the fluid will start leaking into the interstitial tissue, right, from the blood vessel. So ഈ fluid accumulation ആണ് എഡീമ ആയിട്ട് കാണുന്നത്. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയിൽ എഡീമ ഉണ്ടാവുന്നതെന്ന്? ഓൾറൈറ്റ്, ഓക്കെ, ഫൈൻ. Now
ഇപ്പോൾ സിവിയർ അക്യൂട്ട് മാൽന്യൂട്രിഷനിൽ കുഞ്ഞ് ശരിക്കും ആഹാരം കഴിച്ചില്ല എങ്കിൽ വാട്ട് ആർ ദ കോംപ്ലിക്കേഷൻസ്, വാട്ട് ദ ചൈൽഡ് വിൽ കം ടു യു വിത്ത്? ഓക്കെ, ഡെഫിനറ്റ്ലി ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും, കുഞ്ഞിൻ്റെ ഷുഗർ ലെവൽ കുറയും അല്ലേ. സോ ഹൈപ്പോഗ്ലൈസീമിയ എന്ന ചൈൽഡ്, അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഇഫ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ഇസ് less than 54 mg per dl, then we say in a child, then we say the child has hypoglycemia. This is important കേട്ടോ. Hypoglycemia എന്താണ്? In a child if the blood glucose level is less than 54 mg per dl. Now obviously electrolyte abnormalities ഉണ്ടാവും. If the child has nutritional inadequacy, there is going to be electrolyte abnormalities. Mostly hypokalemia is what we see, right? Other electrolyte abnormalities as well, but hypokalemia നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കും, റൈറ്റ്? ബിക്കോസ് ഇറ്റ് ക്യാൻ കോസ് വാട്ട്? കാർഡിയാക് അരിത്തീമിയാസ്. ഓക്കെ, നൗ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം കുട്ടിക്ക്, റൈറ്റ്? ആൻഡ് there could be deficiency of micronutrients. Now there could be hypothermia. Hypothermia എന്ന് വെച്ചാൽ എന്താടാ? Hypothermia means the temperature of the child can fall, right? And hypothermia definition is the medical definition. ഒരു കുട്ടിയിൽ if the കുട്ടിയിൽ നമ്മൾ rectal temperature ആണ് കേട്ടോ നോക്കുക, rectal temperature if it is less than 35.5 degrees Celsius, then we say the child has hypothermia. Okay, fine. And the child is more prone to get infections because immunity ഇങ്ങനത്തെ കുട്ടികളിൽ കുറവായിരിക്കും because of nutritional deficiencies. So immunity കുറവായിരിക്കും and the child can get pneumonia and other GI issues and lot of infections. So infections കണ്ടുവരാം. ഇതാണ് complications of SAM. Okay, now let's see how will we manage such a child. Okay, severe acute malnutrition ആയിട്ട് വരുന്ന കുട്ടിക്ക്, see if he has complications, infections, you must hospitalize the child. That is the first thing. Okay, admit the child. Now and you treat one by one. Hypoglycemia, if the sugar level is low, what will you do? You will give dextrose. Okay, you will give 10% dextrose. You can give it orally, you can give it by NG tube, or you can give it IV. So basically if sugar is low, you give sugar, right? Fine. Now hypothermia, if the temperature is falling, then what you do? You dry the baby, you cover the child and provide a heat source. Okay, that's how we treat hypothermia. Next, infections. See, infections you can give antibiotics depending on the condition of the child. Antibiotics നമുക്ക് orally കൊടുക്കാം അല്ലെങ്കിൽ IV ആയിട്ടും കൊടുക്കാം. Fine. Electrolyte abnormalities, see you correct that. Mostly if it is hypokalemia, you give potassium supplements, you give potassium. Okay, the next one is dehydration. Kunyina dehydration undengil, how will you treat it? You can give Resomal. And then Resomal, that is rehydration solution for malnourished. Alright, now you can give it orally or by NG tube. So orally ആണ് നമ്മൾ പ്രിഫർ ചെയ്യാം. Now കുഞ്ഞിന് ഷോക്ക് ഉണ്ടെങ്കിൽ obviously you have to give what guys? You have to give slow IV ringolactate in 5% dextrose. Okay, അപ്പോൾ see dextrose മാത്രം കൊടുത്താൽ ഷോക്ക് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ കുട്ടികളിൽ എന്തുണ്ട്? ഡീഹൈഡ്രേഷൻ ഉണ്ട്, electrolyte abnormalities ഉണ്ട്. അപ്പോൾ you have to give ringolactate and 5% dextrose. Understood? Fine. Micronutrients deficiency ഉണ്ടെങ്കിൽ you will supplement that as well. But remember iron, നമ്മൾ ഈ SAM ഉള്ള കുട്ടികളിൽ നമ്മൾ രണ്ട് ഫേസസ് ആയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് നടത്തുക. ഒന്ന് ഫസ്റ്റ് വി സ്റ്റെബിലൈസ് ദ ചൈൽഡ്, സ്റ്റെബിലൈസേഷൻ ഫേസ് എന്ന് പറയും. കുഞ്ഞ് ചെറുതായിട്ടൊന്ന് തടിയൊക്കെ എന്ന് വെച്ചാൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ റീഹാബിലിറ്റേഷൻ ഫേസിലേക്ക് പോകും. ഓക്കെ, സോ ഈ സ്റ്റെബിലൈസേഷൻ ഫേസ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസിൽ നമ്മൾ ഒരിക്കലും അയൺ കൊടുക്കില്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓൾറെഡി ഭയങ്കര മാൽനറിഷ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയിൽ അബ്സോർപ്ഷൻ ഇഷ്യൂസ് ഉണ്ടാവാം, റൈറ്റ്? അപ്പം GITക്ക് നമ്മൾ അയൺ കൊടുത്താൽ GITയിൽ ശരിക്കും അബ്സോർപ്ഷൻ നടന്നില്ല എന്ന് വരാം. ദിസ് ക്യാൻ കോസ് ഡയറിയ. പിന്നെ മാൽനറിഷ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയുടെ കിഡ്നി ഓക്കെ ആൻഡ് ലിവർ ഇതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഇമ്പയർഡ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അയൺ മെറ്റബോളിസം ശരിക്കും പ്രോപ്പറായി നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് അയൺ ടോക്സിസിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു റീസൺ പറയുന്നത് അയൺ ഇസ് വെരി മച്ച് നീഡഡ് ഫോർ ബാക്ടീരിയൽ ഗ്രോത്ത്. ഒരു ബാക്ടീരിയയ്ക്ക് നന്നായിട്ട് വളരണമെങ്കിൽ അയണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കുട്ടികൾ ഓൾറെഡി ന്യൂമോണിയ, GI ഇൻഫെക്ഷൻസ് ഒക്കെ, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഓൾറെഡി ഉണ്ടാവാം. അപ്പോൾ ഇൻഫെക്ഷൻ ഉള്ള ഒരു കുട്ടിയിൽ നമ്മൾ അയൺ കൊടുത്താൽ ആക്ച്വലി നമ്മൾ അഗ്രിവേറ്റ് ചെയ്യാണ് ഇൻഫെക്ഷൻസ്. ഓക്കെ, സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ദ ബേബി ടു ഗെയിൻ സം വെയിറ്റ്, ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് അയൺ കൊടുക്കാം. ഓൾറൈറ്റ്, ഫൈൻ. നൗ
Now guys, in nutritional rehabilitation phase ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക കുഞ്ഞിൻ്റെ ഇൻഫെക്ഷൻസും ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റീസും ഒക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നതാണ് ന്യൂട്രീഷണൽ റീഹാബിലിറ്റേഷൻ ഫേസ്. ഇവിടെ നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്ന ഡയറ്റിൻ്റെ പേരാണ് F75 ഡയറ്റ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ F75 ഡയറ്റ് കൊടുക്കും, അതിനുശേഷം F100ലേക്ക് മാറ്റും. സോ വാട്ട് ഈസ് ദിസ് F75 ഡയറ്റ് ഗൈസ്? സി F75 ഡയറ്റ് മീൻസ് ഇത് കണ്ടോ, ഈ ഒരു പിക്ചർ കണ്ടോ? ഓക്കെ, സോ ഇതൊരു മിൽക്ക് പൗഡറാണ്. ഇറ്റ് ഹാസ് ഗോട്ട് ഫോർമുലേറ്റഡ് മിൽക്ക്, ഇറ്റ് ഹാസ് ഗോട്ട് വെജിറ്റബിൾ ഓയിൽ, വൈറ്റമിൻസ്, മിനറൽസ്. സോ ദിസ് ഇസ് F75, ദിസ് ഇസ് F100. സോ ഈ പൗഡറിനകത്ത് നമ്മളൊരു 500 ml അല്ലെങ്കിൽ ഒരു 1 ലിറ്റർ വാട്ടർ മിക്സ് ചെയ്തിട്ട് യു ഹാവ് ടു ഗിവ് ഇറ്റ് ഒരു 2 hour അല്ലെങ്കിൽ 2 to 3 hour ഇൻ്റർവെല്ലിൽ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുക. സോ ഈ F75ൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് മീൻസ്, ഓക്കെ, ഈ ഒരു പാക്കറ്റിൽ F75, സി ദിസ് ഇസ് F75. ഓക്കെ, സോ F75 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 100 ml നമ്മൾ ഞാൻ പറഞ്ഞില്ലേ വെള്ളം കലക്കുക, ഒരു 500 ml അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം കലക്കിയിട്ടാണ് കുഞ്ഞിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ F75 ഡയറ്റിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ദാറ്റ് ഈസ് 100 ml, okay, of this contains 75 kilocalories per kg. I'm sorry, not per kg. 100 ml of this product contains 75 kilocalories and 1 gram of proteins. മനസ്സിലായോ? Okay, so that is the meaning of F75 diet, which means 100 ml of that contains 75 kilocalories and 1 gram proteins. Now, after that, we change it to, okay, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് we change it to F100 diet. F100 diet എന്ന് പറഞ്ഞാൽ ഈ ഒരു പാക്കറ്റ് കണ്ടോ? Okay, ഇവിടെ it means that 100 ml, okay, here also we have to mix it in water and give the child. F100 means 100 ml of this product has got 100 kilocalories and 3 grams of proteins. Understood? Okay. Now, if the examiner asks you, കുട്ടിക്ക് what is the amount of carbs and proteins that you give initially? സി ഇനീഷ്യലി ഈ ഒരു സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ ഉള്ള കുട്ടിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 70 kilocalories per kg per day, ഓക്കെ, ആൻഡ് പ്രോട്ടീൻസ് ചോദിച്ചാൽ 0.7 gram per kg per day. സോ ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ്. ആഫ്റ്റർ 1 to 2 weeks, after 1 to 2 weeks, we change it to 200 kilocalories per kg per day and 5 grams per kg per day. Alright, so നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് കുഞ്ഞിൻ്റെ ഫീഡ് 70 kilocalories per kg per day ആൻഡ് പ്രോട്ടീൻസ് ആണെങ്കിൽ 0.7 per kg per day. ഓക്കെ, ഒരു 1 to 2 weeks കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടും. എത്ര കിലോ കാലറീസ് കൊടുക്കും? 200 kilocalories per kg per day ആൻഡ് പ്രോട്ടീൻസ് ആണെങ്കിൽ വി ഇൻക്രീസ് ഇറ്റ് അപ് ടു 5 grams per kg per day. സോ എന്തുകൊണ്ടാണ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, സി ഇനീഷ്യലി തന്നെ നമ്മൾ ഇത്രയും ഒരു എമൗണ്ട് കുഞ്ഞിന് കൊടുക്കരുത്. ബിക്കോസ് ഓൾറെഡി കുഞ്ഞ് മാൽനറിഷ്ഡ് ആണ്. സോ ഒരു ഹൈ എമൗണ്ട് ഓഫ് കാർബ്സ് ആൻഡ് പ്രോട്ടീൻസ് ഉടനെ തന്നെ കൊടുക്കരുത്. ആദ്യമേ നമ്മളൊരു ഒരു സ്മോൾ ഡോസിൽ തുടങ്ങുക. അത് കഴിഞ്ഞൊരു 1 to 2 weeksന് ശേഷമാണ് ഡോസ് കൂട്ടുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ദാറ്റ് ഇസ് ടു പ്രിവെൻറ്റ് റീഫീഡിങ് സിൻഡ്രം. എന്താണ് റീഫീഡിങ് സിൻഡ്രം ഓർ ന്യൂട്രീഷണൽ റിക്കവറി സിൻഡ്രം? ന്യൂട്രീഷണൽ റിക്കവറി സിൻഡ്രം. ഓക്കെ, now what you will tell me, one second. So what is this refeeding syndrome or nutritional recovery syndrome? See guys, what does this refeeding syndrome means? ഈ റീഫീഡിങ് സിൻഡ്രം ഇതൊരു പൊട്ടൻഷ്യലി ഫേറ്റൽ കണ്ടീഷൻ ആണ്. എന്ന് വെച്ചാൽ കുറേ നാൾ ഒരു കുഞ്ഞിന് ശരിക്കും ആഹാരം കിട്ടിയിട്ടില്ല. ഓക്കെ, സോ ആ കുട്ടിക്ക് കാർബ്സ് പ്രോപ്പറായി കിട്ടിയിട്ടുണ്ടാവില്ല കുറേ നാളത്തേക്ക്, ആൻഡ് ദ ചൈൽഡ് വുഡ് ഹാവ് ഗോൺ ഫോർ മാൽന്യൂട്രീഷൻ. അപ്പോൾ കുഞ്ഞിൻ്റെ ബോഡി എന്തെന്നറിയോ, ഉള്ള ഫാറ്റ് സ്റ്റോർ, ഫാറ്റ്, പ്രോട്ടീൻ, ഈ ബോഡിയിലുള്ള ഫാറ്റ് സ്റ്റോഴ്സ്, പ്രോട്ടീൻ സ്റ്റോഴ്സിനെയൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. സോ ഇതിൻ്റെ മെറ്റബോളിസം ആയിരിക്കും കൂടുതൽ. ബട്ട് ഓൾ ഓഫ് എ സഡൻ നമ്മൾ കാർബ്സ് കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യുമ്പം കുറേ കാർബ്സ് ഉടനെ കൊടുത്താൽ, വൺ സെക്കൻഡ്, നമ്മൾ കുഞ്ഞിനെ പെട്ടെന്ന് കുറേ എമൗണ്ട് ഓഫ് കാർബ്സ് ഉടനെ കൊടുത്താൽ എന്ത് പറ്റുമെന്ന് അറിയോ, ദർ ഇസ് എ റാപ്പിഡ് ഷിഫ്റ്റ്. ഇത്രയും നാൾ ഫാറ്റ് മെറ്റാബോളിസം അല്ലെങ്കിൽ പ്രോട്ടീനിൽ റിലൈ ചെയ്തിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് കാർബ്സ് ഹൈ എമൗണ്ടിൽ ബോഡിയിലേക്ക് ചെല്ലുമ്പം ദർ ഇസ് ഗോയിങ് ടു ബി എ ഷിഫ്റ്റ് ഇൻ മെറ്റാബോളിസം, റൈറ്റ്? ദർ ഇസ് ഗോയിങ് ടു ബി കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം ഹാപ്പനിങ് ഇൻ ദ ചൈൽഡ്. അപ്പോൾ നമ്മൾ കാർബ്സ് ഇനീഷ്യലി ഒരു കുഞ്ഞിന് എന്ന് വെച്ചാൽ മാൽനറിഷ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് കാർബ്സ് ഹൈ എമൗണ്ടിൽ ഇനീഷ്യലി തന്നെ കൊടുത്താൽ വാട്ട് ഹാപ്പൻസ്, നോ, there is going to be obviously carbs നമ്മൾ കഴിക്കുമ്പോൾ എന്ത് പറ്റും, there is going to be insulin spike. So insulin കൂടുമ്പോൾ, വല്ലാതെ കൂടുമ്പം
what happens? Insulin കൂടി എന്ത് പറ്റും? What is the effect of insulin on phosphorus, magnesium, potassium? So insulin കൂടിയാൽ there is going to be a shift in these electrolytes. Okay, phosphate levels, potassium, magnesium ഒക്കെ ബ്ലഡിൽ നിന്ന് സെൽസിലേക്ക് മൂവ് ചെയ്യും. So the child can get what guys, you know, hypophosphatemia. Okay, the child can get hypokalemia, and the child can get hypomagnesemia. ഒന്നും കൂടെ പറഞ്ഞുതരാം, സിമ്പിൾ ആണ്. എന്താണ് റീഫീഡിങ് സിൻഡ്രോം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ കുറേ നാൾ മാൽനറിഷ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഞാൻ പറഞ്ഞു ഗ്രാജുവൽ ആയിട്ടേ കാപ്സ് ഒക്കെ കൂട്ടത്തുള്ളൂ, റൈറ്റ്? ഇനീഷ്യലി ഒരു സ്മോൾ ഡോസിൽ കൊടുക്കും, അത് കഴിഞ്ഞ് കുറച്ച് കൂട്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഉടനെ നമ്മൾ കുറേ കാപ്സ് ഇങ്ങനത്തെ ഒരു കുട്ടികൾക്ക് കൊടുത്താൽ, കാരണം ഇവിടെ there is going to be insulin spike, right? കാപ്സ് കൊടുക്കുകയാണ്, ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവും. ആൻഡ് when there is insulin spike, what happens? Phosphate levels, potassium, magnesium, ഇതൊക്കെ ഇൻസുലിൻ്റെ ഒരു ഇഫക്റ്റ് കാരണം they will move from blood vessel to the cells. Okay, so ബ്ലഡിൽ ഇതിൻ്റെ അളവ് എന്ത് പറ്റും? കുറയും. So child can have hypophosphatemia, hypokalemia and hypomagnesemia. ഇത്രയും മനസ്സിലായോ? ഓക്കെ. നോ ഹൈപ്പോഫോസ്ഫേറ്റ് ഇതൊക്കെ വന്നാൽ എന്താ പ്രശ്നം? ഹൈപ്പോഫോസ്ഫറ്റേമിയ വന്നാൽ എന്താണ് പ്രശ്നം? ഇറ്റ് ക്യാൻ കോസ് cardiac arrhythmias, it can cause muscle weakness, it can cause neurological issues, okay, it can cause respiratory failure as well. Okay, now hypokalemia vanna enikariam, ningalku ellarkum ariyam hypokalemia undengil the child can get what? Cardiac arrhythmias, ariyalo. Okay, hypomagnesemia vanna endada prashnam? There could be tremors, kunyine tremors undavam, kunyine neurological issues undavam, again cardiac arrhythmias undavam. Appo already vayadirikkunna oru kochine itrayum problems ini ningal namalayitte kutti kodukkerudhu, right? So that is why we introduce the feeds first low amount കൊടുക്കുന്നു, അതിനുശേഷം കൂട്ടി അതിനുശേഷം നമ്മൾ അതിൻ്റെ ഡോസ് ആ ഫീഡ്സിൻ്റെ ഡോസ് കൂട്ടുന്നു. ദാറ്റ് ഇസ് ടു പ്രിവെൻറ്റ് ദ റീഫീഡിങ് syndrome. All right, so this is understood. Yeah, അത് മാത്രമല്ല, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു മരുഭൂമിയിൽ കുറേ വർഷം മഴയൊന്നും പെയ്തിട്ടില്ല എന്ന് വെച്ചോ. ഓക്കെ, ഓൾ ഓഫ് എ സഡൻ കുറേ മഴ പെയ്യാണ്. ആ ഒരു മരുഭൂമിയിലെ സാൻഡിന് അത്രയും പെട്ടെന്ന് ആ വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം കുറേ നാളായിട്ട് വെള്ളമൊന്നും കിട്ടാതെ കിടന്നൊരു മരുഭൂമിയാണ് അല്ലേ. അതേപോലെ കുറേ നാൾ ന്യൂട്രീഷൻ ഒന്നും ശരിക്കും കിട്ടാത്ത കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ കുറേ കാപ്സും പ്രോട്ടീൻസ് ഒക്കെ എടുത്ത് കൊടുത്താൽ കുഞ്ഞിന് ബോഡി അത് അഡ്ജസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് പതുക്കെ ന്യൂട്രീഷൻ കൂട്ടണം എന്ന് പറയാം. ഓൾറൈറ്റ്, ഓക്കെ. ഇനിയും ക്രൈറ്റീരിയ ഫോർ ഡിസ്ചാർജ്. ദിസ് ഇസ് ക്രൈറ്റീരിയ ഫോർ ഡിസ്ചാർജ്. കുഞ്ഞിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാം? ഇറ്റ്സ് എ 2 mark question. ഓക്കെ, സോ ചൈൽഡ് ഷുഡ് ഹാവ് ലോസ്റ്റ് എഡീമ ആൻഡ് ഹി ഷുഡ് ഹാവ് സ്റ്റാർട്ടഡ് ഗെയിനിങ് വെയിറ്റ്. ദാറ്റ് ഇസ് ഫസ്റ്റ് തിങ്. സെക്കൻഡ്, കുഞ്ഞിൻ്റെ വിശപ്പ് കൂടിയിരിക്കണം ആൻഡ് ഹി ഷുഡ് ബി അക്സെപ്റ്റിംഗ് ഓറൽ ഫീഡ്സ്. ആൻഡ് നെക്സ്റ്റ്, കുഞ്ഞിൻ്റെ ഇൻഫെക്ഷൻസ് ഒബ്വിയസ്ലി നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യണം. ആൻഡ് മദർ ഓർ ഫാദർ, ദേ ഷുഡ് ബി confident enough to take care of the child once they are back home, right? So this is the criteria for discharge. All right, so that's all about severe acute malnutrition, guys. This is very, very important, okay, for your theory exams. And that's it for today. I'll see you next class. See, you are enough just as you are, right? Stay happy, stay healthy, take care, bye-bye.